ഇനി നെത്തോലി മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നെത്തോലി വറ്റിച്ചതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു 250 ഗ്രാം നെത്തോലിയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ളത് ഒരു 10 ചെറിയ ഉള്ളിയും ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ചെറിയ ഉള്ളിയും കൂടെ അരച്ചതിലേക്ക് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അരപ്പം നമുക്ക് നെത്തോലിയിലേക്ക് ചേർക്കാം. അല്ലെങ്കിൽ ഞാൻ 2 ഒരു അല്പം വാളൻപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് പച്ച ഉലുവയും കറിവേപ്പിലയും കൂടെ ഇട്ട് അടുപ്പിൽ വയ്ക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ, കറിവേപ്പിലയും അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കാം. വളരെ നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ഒരു നെത്തോലി വറ്റിച്ചതാണ്. അടിപൊളി നെത്തോലി മസാല, അടിപൊളി നെത്തോലി മസാല, സൂപ്പർ ടേസ്റ്റാണിത്. ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ.